എന്നാ കൊള്ളാം, നമ്മൾ മുന്നേ മ്യൂസിക് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചുമ്മാ പോലും ഒരു ട്യൂൺ പാടി ഫോൺ റെക്കോർഡ് ചെയ്തിട്ടേ ഇല്ല. നമ്മൾ ചുമ്മാ ഇതിലൊരു പാട്ട് കേൾക്കുമ്പോൾ നമ്മളെല്ലാം വിശ്വസിച്ചില്ലേ ഇല്ലേ? മ്യൂസിക് ഡയറക്ടറുടെ കുടുംബത്തിലുള്ള കുട്ടി അങ്ങനെ ഒരു തരത്തിലുള്ള ശ്രമവും നടത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ വിശ്വസിച്ചു. ഓക്കെ, ഞങ്ങൾ ഓക്കെയാണ്. കുട്ടി ഓക്കെ അല്ലേ? ഓക്കെ, കേട്ടോ. കുഴപ്പമില്ല. അങ്ങനെ ഒരു പ്രൊജക്റ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ടെൻഷൻ ആയിരുന്നു. പക്ഷെ അവർ ചേച്ചി ഭയങ്കര കൂളായിട്ട് മോൾ ഇതാണ് സംഭവം, അതാണ് ഇങ്ങനെ, അങ്ങനെ ക്ലീൻ ആയിരുന്നു എല്ലാം, ഭയങ്കര നീറ്റായിട്ട്. അടിയുണ്ടായില്ല. നന്നായി. അച്ഛനുമായിട്ട് പിന്നെ അടി ഉണ്ടായില്ല പാടുമ്പോൾ? ഈ പ്രൊജക്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടി ഉണ്ടാക്കാറുണ്ട്. വേറെ റെക്കോർഡിങ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെയാണ് പാടുന്നത്. ഇഷ്ടംപോലെ നമുക്കൊരു ഇങ്ങനെ അതിന് കുറെ കറക്ഷൻസ് അച്ഛൻ പറയുന്നത്. സോ അപ്പൊ ശരസാറിന്റെ മൂത്തതാണ് ആക്ച്വലി, അനിയനാണെങ്കിലും അക്കാര്യത്തിൽ. അല്ല, അച്ഛൻ ഭയങ്കര മീൻസ് നമ്മുടെ ബെസ്റ്റ് കൊണ്ടുവരാൻ അച്ഛൻ ട്രൈ ചെയ്യുന്നത്. ഈ ഞാൻ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ പറഞ്ഞു ശരസാർ ഒന്നും പഠിപ്പിക്കാറില്ല എന്ന് പറഞ്ഞു. ശരസാറിന്റെ അടുത്ത് പഠിക്കാനേ പോയിട്ടില്ല ഒന്നും. അപ്പൊ അല്ലാതെ ഒരു കറക്ഷനും പറഞ്ഞാൽ അന്ന് പാടിയ സമയത്തും ഒന്നും പറഞ്ഞു തന്നില്ല ഫിലിം സോങ് ആണ്. ശരസാറിന്റെ കൂടെ ഇരുന്ന് സോങ് ഒരെണ്ണം ഒന്നും പറഞ്ഞില്ലായിരുന്നു. പക്ഷെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയും, വലിയ പാടുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയുമ്പോൾ അവിടെ അങ്ങനെയല്ല ഇങ്ങനെ അങ്ങനെ പറയും. അതെങ്ങനെ പറയാം? സ്വതസിദ്ധമായ ഈ സ്റ്റൈലാണോ അതേ പഴയ മറ്റേ ഐഡിയ സ്റ്റാർ സിംഗറിന്റെ ഒരു സ്റ്റൈലുണ്ട്? സംഗതി പോരാന്ന് പറയുന്നത് പിള്ളേരൊക്കെ വരട്ടിയിരുന്ന ആളാണ്. ഇപ്പോഴാണ് കുറച്ച് ലൈറ്റ് ആയത് ആണല്ലേ? പക്ഷെ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വലിച്ച തുറന്നിട്ട് ഇത് ഫ്രാങ്ക്ലി അങ്ങ് പറയും, നമ്മളത് കൊള്ളത്തില്ല, അല്ലെങ്കിൽ കൊള്ളാമെങ്കിൽ കൊള്ളാം, എല്ലാം അങ്ങനെ ഇതാണ്. പക്ഷെ എനിക്കൊന്ന് അച്ഛനാണ് ഭയങ്കര എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്.